വർഷങ്ങൾക്ക് ശേഷം കളിക്കൂട്ടുകാരനെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് കൊച്ചി തൊട്ടക്കാട്ടുകര സ്വദേശി മുഹമ്മദ് അമാൻ. പിറന്നാൾ ദിനത്തിൽ ജപ്പാനിൽ നിന്നും സഹപാഠി ഡെയ്ഗൻ എത്തിയതോടെ അമാന്റെ പിറന്നാളിന് ഇരട്ടി മധുരമായി. അമാന്റെ പിതാവ് അജ്മലിന് ജോലി സംബന്ധമായി ജപ്പാനിൽ പോകേണ്ടി വന്നതോടെയാണ് അമാനും മാതാവ് റോഷ്നയും ജപ്പാനിലെത്തിയത്. അവിടെ സ്കൂളിൽ ചേർന്ന അമാൻ ആശയവിനിമയത്തിൽ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് ആശ്വാസമായി സഹപാഠി ഡെയ്ഗന്റെ മാതാവ് മിമി കൊമോറിയെ അമാന്റെ അമ്മ റോഷ്ന പരിചയപ്പെടുന്നത്. ഇത് ഇരു കുടുംബങ്ങളും തമ്മിൽ കൂടുതൽ സൗഹൃദത്തിലേക്ക് എത്തിച്ചു. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ട്, അവിടെ എല്ലാവർക്കും ജാപ്പനീസേ അറിയുള്ളൂ. ഇവർക്ക് ഇംഗ്ലീഷ് അറിയണോണ്ട് നമുക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് നല്ല ഫ്രണ്ട്സായി. അങ്ങനെ നമ്മളവിടെ ഒരു വർഷത്തോളം നിന്നു. അതിന് നമ്മള് വാട്സപ്പിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഡെയ്ഗനും അമാനും മിമിയും ഞാനുമായിട്ട് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഇവര് നമ്മളെ കാണാനായിട്ട് കേരളത്തിലേക്ക് വന്നത്. അമാന്റെ പിതാവ് അജ്മലിന്റെ ജപ്പാനിലെ ദൗത്യം പൂർത്തിയായതോടെ ഒരു വർഷത്തിന് ശേഷം ഇവർ നാട്ടിലേക്ക് മടങ്ങി. എന്നാൽ ഡെയ്ഗനുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ അമാൻ തയ്യാറായിരുന്നില്ല. നാട്ടിലെത്തിയ ശേഷവും വാട്സാപ്പിലൂടെ സൗഹൃദം തുടർന്നു. അങ്ങനെ അമാന്റെ പിറന്നാൾ ദിനത്തിൽ തന്റെ കൂട്ടുകാരനെ കാണാൻ ഡെയ്ഗനും അമ്മയും കേരളത്തിലെത്തി. ഡെയ്ഗന്റെയും അമാന്റെയും പിറന്നാൾ അടുത്ത ദിവസങ്ങളിലായതിനാൽ ഇരുവരും പിറന്നാൾ ഒന്നിച്ചാഘോഷിച്ചു. അപ്പോൾ ആദ്യം പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പിന്നെ വർക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ആയപ്പോഴാണ് ഞാൻ ഫാമിലി ആയിട്ട് പോയത്. അപ്പോൾ ഫാമിലി ആയിട്ട് പോയപ്പോൾ അമാൻ ഇവിടെ UKG-യിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ അവിടുത്തെ ഗ്രേഡ് കിൻഡർ ഗാർഡൻ അങ്ങോട്ട് അഡ്മിഷൻ എടുത്തപ്പോൾ ലോക്കൽ സ്കൂളെല്ലാം ജാപ്പനീസ് ആയതുകൊണ്ട് നമ്മളൊരു ഇൻ്റർനാഷണൽ സ്കൂളിലോട്ടാണ് നോക്കിയത്. അവിടെ അങ്ങനെയാണ് നമ്മുടെ അടുത്തൊരു എനിഷി ഇൻ്റർനാഷണൽ സ്കൂള് നമ്മൾ കാണുന്നതും നമ്മളവിടെ അമ്മാനെ ചേർക്കുന്നത്. കേരളത്തിലെത്തിയ ചെസ് പ്രേമിയായ ഡെയ്ഗന് മറ്റൊരു ഭാഗ്യവും ലഭിച്ചു. JCI കൊച്ചിയിൽ സംഘടിപ്പിച്ച ഓൾ കേരള ചെസ് ചാമ്പ്യൻഷിപ്പ് ഹൈബിയുടെ MP ഉദ്ഘാടനം ചെയ്തത് ഡെയ്ഗനൊപ്പം ചെസ് കളിച്ചുകൊണ്ടാണ്. നേരത്തെ ചെന്നൈയിൽ വന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ആദ്യമായാണ് ഡെയ്ഗന്റെ അമ്മ മിമി വരുന്നത്. തന്റെ നാടുമായി കേരളത്തിന് സാമ്യമുണ്ടെന്നും സ്വന്തം നാട്ടിലെത്തിയ അനുഭവമാണ് കേരളത്തിലെത്തിയപ്പോൾ തനിക്ക് ലഭിച്ചതെന്നും മിമി പറഞ്ഞു. The first time we saw Aman in the orientation day in international school, I was so happy to see Indian face because Daigen used to go to Tokyo Indian International School, so he wanted to keep Indian friend, but there's no Indian in Nagoya. I'm so happy to come to Kerala to see each other again. Yeah, so happy. Thank you for having us. തങ്ങളുടെ ജപ്പാൻ യാത്രയിലെ അമാന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മുഹമ്മദ് അമാനു വേണ്ടി മാതാവ് റോഷ്ന ഇംഗ്ലീഷിലെഴുതിയ മൈ ജപ്പാൻ അഡ്വഞ്ചർ എന്ന പുസ്തകം അമാൻ ഡെയ്ഗന് സമ്മാനിച്ചു. അമാനോട് തന്നോടൊപ്പം പഠിക്കാൻ ജപ്പാനിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡെയ്ഗൻ അമ്മയോടൊപ്പം ജപ്പാനിലേക്ക് മടങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.